ഇനി പഴയ പോലത്തെ ഉള്ള ഒരു മാസീവായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഇനി മാർച്ചിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യൂ എന്ന്. ഈ ബ്രെക്സിറ്റ് ആയ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മെയിൻ വർക്ക് ഫോഴ്സ് ആയ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. ബ്രെക്സിറ്റ് ആയതിനു ശേഷം ഇവർക്ക് രണ്ട് ഓപ്ഷൻ ആയിരുന്നു. ഒന്നല്ലെങ്കിൽ UK റെസിഡൻസ് എടുക്കുക, അല്ലെങ്കിൽ അവിടുത്തെ യൂറോപ്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഒരു വർക്ക് വിസയിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവര് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ആളുകൾ അത്ര ക്വാളിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ലാംഗ്വേജ് വൈസ് അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വൈസ് അത്രയും ഇതുള്ള ആളുകളല്ല. ഒരു ആളെ കൊണ്ടുവരണമെങ്കിൽ ആ ഏജൻസി മാത്രം ഇന്റർവ്യൂ എടുത്ത് അവർ കൺവിൻസ്ഡ് ആണെങ്കിൽ അവർ പേപ്പർ കൊടുത്താൽ അവിടുന്ന് ഹോം ഓഫീസ് അപ്രൂവ് ചെയ്ത് ഇവർക്ക് വർക്ക് വിസ കൊടുത്ത് ഇവർക്ക് കയറി പോരാമായിരുന്നു. പക്ഷേ ഇനി മുതൽ എംബസി ഇന്റർവ്യൂവും കൂടെ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരാൾ ആ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എംപ്ലോയറിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എംബസിയുടെ ഒരു ഇന്റർവ്യൂവും കൂടെ ഇവർ അറ്റൻഡ് ചെയ്ത് എംബസി കൺവിൻസ്ഡ് ആയതിനു ശേഷം മാത്രമേ ഇവർക്ക് ഒരു വർക്ക് വിസ കിട്ടാനുള്ള പോസിബിലിറ്റി ഇനി ആ രാജ്യത്തേക്ക് ഉള്ളൂ. അവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒരു സ്ക്രീനിങ് പ്രോസസ്സ് എന്നുള്ളത് കുറെ കൂടെ ടഫായി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എംബസി ഇന്റർവ്യൂ, അതുപോലെ തന്നെ വരാൻ നിൽക്കുന്ന ആളുകൾ ആക്ച്വലി ശരിക്കും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണോ എന്നുള്ള സ്ക്രീനിങ് പ്രോസസ്സും അതിൻ്റെ ഡ്യൂറേഷനും വളരെ കൂടി. അല്ലാതെ UK ആക്ച്വലി പ്രോസസ്സിങ് അവിടുത്തെ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ആയിട്ടില്ല എന്നുള്ളതാണ്. NHSലേക്കുള്ളത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. സ്റ്റോപ്പ് എന്നല്ല, വളരെ സ്ലോ ആണ്. വളരെ എന്തോ പ്രത്യേക കണക്ഷൻ വഴി ഏതോ ഒരു ഏജന്റ് അവർക്ക് നേരത്തെ ഇന്റർവ്യൂ റെഡിയാക്കി കൊടുക്കാം എന്നൊക്കെ പറയണായിരുന്നു. അങ്ങനെ ഒന്നും നടക്കില്ല. കാരണം അവിടെ എംബസി എന്നല്ല, വേറെ ഒരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആരെ കൊണ്ടും പറ്റില്ല. ആസ് ഫാർ ആസ് നിങ്ങളുടെ ഡോക്യുമെന്റ്സും നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം ജെന്യുവനാണ്, റിയൽ ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. പക്ഷെ അത് ഇറ്റ് വിൽ ഹാപ്പൻ. അല്ല